പാസ്റ്റർ എന്താ പറയുന്നത് വെച്ചാൽ, ഈ ഇന്ററാക്ഷൻ പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുന്നത് ദൈവത്തിന്റെ അകത്താണ് ഈ യൂണിവേഴ്സ് എന്നാ പറയുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ എന്താണ്, ഒരു സ്പേഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോക്സിമിറ്റിയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു സ്പേസിൽ കണ്ടില്ലേ, സ്പേസ് ഇവിടെ ഒരു ദൈവം, അവിടെ ഒരു യൂണിവേഴ്സ് അല്ല, ഈ യൂണിവേഴ്സ് തന്നെ ദൈവത്തിന്റെ അകം. അപ്പൊ സ്പേഷ്യലി ഹീസ് ക്ലോസ്. അപ്പൊ ദൈവം വന്നിട്ട് സ്പേസ് ഓക്യുപ്പൈങ് ആണോ, സ്പേസ് ആൻഡ് ടൈം ഓക്യുപ്പൈങ് ആയിട്ടാണോ നിങ്ങൾ കാണുന്നത് ദൈവത്തെ? ദൈവം സ്പേസിനെയും ടൈമിനെ എല്ലാം ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. ഹീസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. അതാണ്. അല്ലാതെ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നിനും നിലനിൽപ്പില്ല. ഈവൻ എ സിംഗിൾ ഡസ്റ്റ് അപ്പാർട്ട് ഫ്രം ഗോഡ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രൊപ്പോസിഷൻ. അതായത് ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായും ദൈവത്തിൽ നിന്നകന്നും ഒന്നിനും നിലനിൽപ്പില്ല. ദൈവത്തിൽ നിന്ന് മാറി ഒന്നും നിലനിൽക്കുന്നില്ല. സകലതും ദൈവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് മാറി ദൈവം ഒരിടത്തിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് മാറി ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ഒരു യൂണിവേഴ്സ് ഒരിടത്തിരിക്കുന്നു, യൂണിവേഴ്സും ദൈവവുമായിട്ട് ബന്ധമില്ല എന്നുള്ള നിങ്ങളുടെ ധാരണ. എന്നാൽ ഞങ്ങളുടെ ധാരണ അങ്ങനെയല്ല. ഇതാണ് വ്യത്യാസം. അപ്പൊ നിങ്ങളിപ്പോ യു ജസ്റ്റ് സെഡ് he is beyond space and time എന്ന് പറഞ്ഞു. If he is beyond space and time, he is not in space and time. ഇത് രണ്ടും ശരിയാവാൻ കഴിയില്ല. he is either beyond space and time or he is in space and time. ഇപ്പൊ നമ്മളുടെ ഹൃദയത്തിന്റെ രഹസ്യം കാത് വെച്ച് കേൾക്കുന്ന ദൈവം നിങ്ങൾ അത് പ്രസന്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബിക്കോസ് he is there with us physically there, നമ്മളെ അടുത്തുണ്ട്, ഇവിടെ ഇങ്ങനെ സർവ്വ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ദൈവം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്തടിച്ചാലും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടല്ലോ ദൈവം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി എടുക്കാണ്. അങ്ങനെ ഹി ഈസ് സോ ക്ലോസ് ടു us എന്നാണ് പറഞ്ഞെങ്കിൽ ഹി ഈസ് നോട്ട് ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം. ഇഫ് ഹി ഈസ് ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം, അപ്പൊ ഈ ദൈവം ഇവിടെ വെച്ചിട്ടല്ല കേൾക്കേണ്ടത്. അപ്പൊ എന്താണ് മൈ കോൺസെപ്റ്റിൽ എന്താണ്, ഹി ഈസ് ഓൾ പവർഫുൾ. അത് പിന്നെയാണെങ്കിൽ ഹീസ് ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം ആണ് ഞാൻ പറയുന്നത്. ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു സ്പേഷ്യലി അവിടെ കുറേ ദൂരത്തെ ഒരു യൂണിവേഴ്സ്, കുറേ ഇപ്പുറത്തെ ഒരു ദൈവം. അപ്പൊ രണ്ടും ഒരു സ്പേസിൽ രണ്ട് ലൊക്കേഷൻസിൽ ഒരു ദൈവം ഒരു യൂണിവേഴ്സ്, ഈ അർത്ഥത്തിലല്ല നമ്മൾ കാണുന്നത്. സ്പേസും ടൈം എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ഒരു സവിശേഷതയാണ്, യൂണിവേഴ്സലിന്റെ അകത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സ്പേസ് ആൻഡ് ടൈം. അതിന്റെ പുറത്ത് എന്ന് പറയുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വാട്ട് യു മീൻ ബൈ ഔട്ട്സൈഡ് സ്പേസ് ആൻഡ് ടൈം? അതുകൊണ്ട് ദൈവം വന്നിട്ട് ഒരു ഫിസിക്കലി ഡിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ അത് എന്താണ്, അത് ദാറ്റ് ഇസ് ഹാർഡ് ടു കോംപ്രഹെൻഡ്. അത് നമ്മൾ അംഗീകരിക്കുന്നത്. ബട്ട് ദെയർ ഇസ് നോ ലോജിക്കൽ ഇമ്പോസിബിലിറ്റി. അപ്പൊ അങ്ങനത്തെ ഒരു ദൈവം, ഓൾ പോസിബിൾ വേൾഡ്, എല്ലാ പോസിബിൾ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ദൈവം, ഫ്രം ഇൻ വാട്ട് എവർ ഹിസ് നേച്ചർ ഇസ്, ആ നേച്ചറിൽ നിന്നുകൊണ്ട് തന്നെ ഹി ക്യാൻ ആക്ട് ഇൻ ദിസ് വേൾഡ്. ഹിസ് പവേഴ്സ് ക്യാൻ ആക്ട് ഇൻ ദിസ് വേൾഡ്. ഇറ്റ് ഡസന്റ് മീൻ ഹി ഈസ് ഫിസിക്കലി ദേർ ഹിയർ. ഇപ്പൊ നിങ്ങളും ഇപ്പൊ പറയുന്നത് ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം എന്നാണ്. അപ്പൊ ബിയോണ്ട് സ്പേസ് ആൻഡ് ടൈം ആണെങ്കിൽ ഹി ഈസ് നോട്ട് ഇൻ സ്പേസ് ആൻഡ് ടൈം എന്നാണ്. If he's in space and time ആണെങ്കിൽ he's not beyond space and time ആണ്. What exactly are you saying? Space and time is inside of God എന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ഉള്ളിലാണ് സ്പേസും ടൈമും. ഈ കണ്ടെയ്ൻഡ് സ്പേസ് ആൻഡ് ടൈം. അല്ലാതെ ദൈവം സ്പേസ് ആൻഡ് ടൈമിനകത്ത് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല. ത്രൂ ഹിസ് പ്രസൻസ് ആണ്. ഹിസ് പ്രസൻസ്, അതിനെയാണ് ഞാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞത്. സ്പിരിറ്റ് ഈസ് എവരിവെയർ, ക്യാൻ കോംപ്രിഹെൻഡ് എവരിത്തിങ് ആൻഡ് എനിത്തിങ്, ആൻഡ് ഹി ഈസ് പ്രസന്റ്. അപ്പം his essence is not in this universe, but his presence is in this universe. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിപ്പോ ഇറ്റ്സ് മോർ കോംപ്ലിക്കേറ്റഡ് നൗ. അപ്പൊ എസൻസ് is different, is distinct from his spirit ആണോ? His essence can be distinct. ഞാൻ അതിന് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ സൂര്യൻ നിൽക്കുന്നു. ഇപ്പൊ സൂര്യന്റെ പ്രധാനപ്പെട്ട രണ്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചൂടും വെളിച്ചവുമാണ്. സൂര്യന്റെ ചൂടും വെളിച്ചവും നമുക്ക് ധാരാളമായി കിട്ടുന്നു. സോ വി എക്സ്പീരിയൻസ് സൺ. പക്ഷെ നമ്മൾ സണ്ണിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിലുണ്ട്, എന്നാൽ മറ്റൊരർത്ഥത്തിൽ ചോദിച്ചാൽ ഇല്ല. സൂര്യനിൽ ആരും ഇതുവരെ പോയിട്ടില്ല, സൂര്യനിലേക്ക് ആരും ഇതുവരെ ചാടിയിട്ടില്ല, സൂര്യൻ ഒരിക്കലും ഭൂമിയിലേക്ക് വരുന്നില്ല. പക്ഷെ സൂര്യന്റെ പ്രകാശവും സൂര്യന്റെ ഈ ഭൂമിയിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട്, സകല ജീവജാലങ്ങൾക്കും കിട്ടുന്നുണ്ട്, സകല സസ്യലതാദികൾക്കും കിട്ടുന്നുണ്ട്. അതെല്ലാം തഴച്ചു വളരുന്നുണ്ട്, അതെല്ലാം ചിരിച്ചുല്ലസിക്കുന്നുണ്ട്. സണ്ണി ഡേ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എത്ര സന്തോഷമാണ്. ഇന്നിപ്പോ ഇവിടെ ഗ്ലൂമി ഡേ ആണ്. ഒരു സണ്ണി ഡേ ആയിരുന്നെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഈ സൂര്യൻ ഇപ്പോഴും ആ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ സൂര്യന്റെ പ്രാഭവം ഈ ഭൂമിയിൽ എല്ലായിടത്തും എത്തും എന്നതുപോലെ ഞങ്ങളുടെ ദൈവം ഒരേ സമയം ട്രാൻസിഡന്റ് ആയിരിക്കുന്ന ഒപ്പം തന്നെ അദ്ദേഹം നമ്മളോട് സമീപസ്ഥനുമാണ്.
അതാണ് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത്. കഴിഞ്ഞ സംവാദത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ദൂരസ്ഥനായ ദൈവം മാത്രമോ സമീപസ്ഥനായ ദൈവവുമല്ലേ. അപ്പം ഒരേ സമയം തന്നെ ആ ദൈവം നമ്മുടെ സമീപസ്ഥനാണ്, അതേസമയം തന്നെ അവൻ ദൂരസ്ഥനാണ്. അപ്പൊ അതിലൂടെ ദൈവം സകല ചരാചരങ്ങളോടും വളരെ ആക്റ്റീവായിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ മറിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്നോ സൃഷ്ടികളിൽ നിന്നോ ജീവിവർഗങ്ങളിൽ നിന്നോ അകന്നിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞങ്ങൾ അവതരിപ്പിക്കുന്നത്, മറിച്ച് നമ്മോട് ചേർന്ന് ഇരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്.